ഓക്കെ, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ഓർക്കണം. അതായത് അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ വൈദ്യുതി പാസ് ചെയ്താൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ, ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് കണ്ടുപിടിച്ച ആരാണെന്ന് അറിയാലോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കാന്തിക മണ്ഡലത്തിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ഓക്കെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഓക്കെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഇങ്ങനെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തിരിച്ച് കറണ്ട് പാസ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എന്തുകൊണ്ട് കറണ്ട് ഉണ്ടായിക്കൂടാ? ഓക്കെ, അങ്ങനെ ആദ്യമായി ചിന്തിച്ചത് മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന തത്വങ്ങൾ, വർക്കിംഗ് പ്രിൻസിപ്പിളുകൾ, ഇനി പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു ഡിസ്കഷൻ പറയുന്നുണ്ട്. എന്താണ്? ഒരു ജനറേറ്ററിനെ നോക്കിക്കൊണ്ടാണ് അവർ പറയുന്നത്. എന്താണ് ആ ജനറേറ്ററിന് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അത്രയും വലിയൊരു ജനറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ ഒരു സംസാരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ജനറേറ്ററിന്റെ പ്രവർത്തനം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജനറേറ്ററിൽ എങ്ങനെ വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ സാധാരണ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ് ജനറേറ്റർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു? അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഫാൻ ഉണ്ട്, ഫാനിലേക്ക് കൊടുക്കുന്ന അതേ ഇലക്ട്രിസിറ്റി ട്യൂബ് ലൈറ്റിൽ കൊടുത്താൽ എന്ത് കിട്ടും? അവിടുന്ന് നമുക്ക് ലൈറ്റ് കിട്ടും. അതേ ഇലക്ട്രിസിറ്റി തന്നെ മിക്സിയിൽ കൊടുത്താൽ അവിടുന്ന് ഒരു മെക്കാനിക്കൽ എനർജി കിട്ടും. അതേ ഇലക്ട്രിസിറ്റി ടി വിയിൽ കൊടുത്താൽ ടി വി വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി തന്നെയാണ്. പക്ഷെ ഈ ഇലക്ട്രിസിറ്റി എന്താക്കാൻ പറ്റും? ഡിഫറെന്റ് ഫോംസിലുള്ള എനർജി ആക്കി മാറ്റാൻ പറ്റും. അതായത് ലൈറ്റ് എനർജി ആക്കി മാറ്റാൻ പറ്റും, ഇനി അതുപോലെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റും, അതുപോലെ ഹീറ്റ് എനർജി ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ മാറ്റാൻ പറ്റും. ലൈറ്റ് എനർജി പ്രകാശോർജ്ജം, മെക്കാനിക്കൽ എനർജി യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റാം, ഹീറ്റ് എനർജി താപോർജ്ജമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ വിവിധ രൂപങ്ങളിൽ ഇലക്ട്രിസിറ്റിയെ നമുക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എനർജിയായി ആര് മാറിയത്? ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി മാറിയതിന്റെ കാരണം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രിസിറ്റി മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് നമ്മുടെ ആദ്യമായൊരു ഡിസ്കഷൻ നടത്തുന്നത് നമ്മുടെ മൈക്കിൾ ഫാരഡേ ആണ്. ആ മൈക്കിൾ ഫാരഡേ കണ്ടുപിടിച്ചൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ. ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്, ഒരു സോളിനോയിഡ് എടുത്തു, ഈ സോളിനോയിഡിനെ ഒരു ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തു. ഇതിനടുത്തേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തു. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്.
അതിൽ നോർത്ത് സൗത്ത് ഇങ്ങനെ ഒരു 2 പോൾസ് ഉണ്ടാവും. അപ്പൊ നോർത്തിൽ തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു സോളിനോയിഡിന് അടുത്തിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ മാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സോളിനോയിഡിനകത്തേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇതാണ് എൻ്റെ കൈയാണ് സോളിനോയിഡ് എങ്കിൽ, ഇതാണ് മാഗ്നറ്റ് എങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ താഴോട്ടും മുകളിലോട്ടുമുള്ള ഈ ഫ്ലക്സ് ലൈൻസ്, മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ലൈൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ബ്രേക്ക് ആവും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ബ്രേക്ക് ആകുമ്പോൾ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്, നമ്മൾ ഇതിനകത്തേക്ക് സോളിനോയിഡിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ബ്രേക്ക് ആവും. ഇനി നമ്മൾ ഇതിനെ വിഡ്രോ ചെയ്യുകയാണ്, പുറത്തേക്ക് എടുക്കുകയാണ്, ആ സമയത്ത് എന്ത് ചെയ്യും, ഫ്ലക്സ് ബ്രേക്ക് ആവും. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ബ്രേക്കേജ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഇവിടെ 0 ആയിരിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഗാൽവനോമീറ്റർ ഇങ്ങോട്ടൊരു ഡിഫ്ലക്ഷൻ കാണിച്ചു നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു. ഓക്കെ, നമ്മൾ മാഗ്നറ്റ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സോളിനോയിഡും മാഗ്നറ്റും സ്റ്റേഷനറി ആയി പുറത്ത് തന്നെ ഇരിക്കുകയാണ്, 2 സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവും? ഒരു ഡിഫ്ലക്ഷനും ഇല്ല. ഇനി മാഗ്നറ്റ് നമ്മൾ സ്ലോലി സോളിനോയിഡിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോട്ടിൽ എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അത് റൈറ്റിലോട്ടാണെന്ന് വിചാരിക്കുക, എങ്കിൽ റൈറ്റിലോട്ട് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ അങ്ങനെ ഡിഫ്ലക്ഷൻ കാണിക്കും കാരണം മാഗ്നറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ബ്രേക്ക് ആയി. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ബ്രേക്ക് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എനർജിക്ക് ഒരു ചേഞ്ച് ഉണ്ടായി. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഊർജ്ജ സംരക്ഷണ നിയമം. എന്താ പറയുന്നത്, ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പകരം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാനേ പറ്റുള്ളൂ. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്നാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനാണ് ബ്രേക്ക് ഉണ്ടായത്. ആ ബ്രേക്ക് ഉണ്ടായ എനർജി ഈ സോളിനോയിഡിനകത്തുള്ള ഇലക്ട്രോൺസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എനർജിയായി മാറും. അങ്ങനെ ഇലക്ട്രോൺസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എനർജിയായി മാറുന്നതുകൊണ്ടാണ് ആ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അത് നമ്മൾ ഇങ്ങനെ പേര് EMF എന്ന് പറയും, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ് ഈ ഗാൽവനോമീറ്ററിന് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കാനുള്ളത്, ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് സ്റ്റേഷനറി ആക്കി മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്, ഇതേ മാഗ്നറ്റ് ഇതിനകത്ത് സ്റ്റേഷനറി ആക്കി വെച്ചേക്കാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. കാരണം എന്താ, മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ഈ ഫ്ലക്സ് ലൈൻസിന് ചേഞ്ച് ഇല്ല അല്ലേ. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സോളിനോയിഡ് ഇരുന്നു, ഇത് മൂവ് ചെയ്ത് ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്താണ് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായത്. ഇതിവിടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വച്ചു കഴിഞ്ഞാൽ ഫ്ലക്സ് ഇതുമായി ചേഞ്ച് ഇല്ല. അപ്പോൾ എപ്പോഴാണോ സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത്, ആ സമയത്ത് എന്തുണ്ടാകും, സോളിനോയിഡിലൊരു EMF ഉണ്ടാകും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇനി ഈ മാഗ്നറ്റ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ വിഡ്രോ ചെയ്യാണ്, പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ റൈറ്റിലേക്ക് മാറി, സ്റ്റേഷനറി ആക്കിയപ്പോൾ തിരിച്ചത് റിട്ടേൺ വന്നു. എവിടേക്ക് വന്നു, 0യിലേക്ക് വന്നു. ഇനി വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 0യിൽ നിന്ന് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ വന്നു. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തും വിഡ്രോ ചെയ്ത സമയത്തുമാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. പക്ഷെ 2 സമയത്തും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഒരേ ഡയറക്ഷനിലല്ല. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണോ ഉണ്ടായത് അതിന് എഗെയിൻസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇനി സ്റ്റേഷനറി ആക്കിയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിഫ്ലക്ഷനും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ കാര്യം ഓർക്കുക. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഡിഫ്ലക്ഷൻ കാണിച്ചു, ഈ സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എപ്പോഴാണോ ചേഞ്ച് ഉണ്ടാകുന്നത് അപ്പോൾ എന്തുണ്ടാവും, ഒരു EMF ഉണ്ടാവും. ആ EMFനെ നമ്മൾ പേര് വിളിക്കും, ഇങ്ങനെയാണ് വിളിക്കുന്നത്, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് EMF. ഇങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ പേര് വിളിക്കും, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും ഈ പ്രോസസ്സിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രേരിത EMF എന്ന് പറയും. പ്രേരിത EMF. ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുമ്പോൾ പ്രേരിത വൈദ്യുതി. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMF ഈ പ്രോസസ്സിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ടെക്സ്റ്റിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Whenever the magnetic flux associated with a current carrying conductor changes,
an EMF is induced, this EMF lasts as long as the change in flux lasts. അതായത് സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പോഴെന്തുണ്ടാവും, സോളിനോയിഡിൽ ഒരു EMF ഉണ്ടാവും. ആ EMF നിലനിൽക്കും ഏതുവരെ, ചേഞ്ച് ഇൻ ഫ്ലക്സ് നിലനിൽക്കുന്നവരെ, ഫ്ലക്സ് ഉണ്ടാകുന്ന ചേഞ്ച് നിലനിൽക്കുന്നവരെ എന്ത് ചെയ്യും, EMF ഉണ്ടാകും. അപ്പോൾ ഓർക്കുക, മലയാളത്തിൽ എന്താണ്, ഒരു ചാലകവുമായി അല്ലെങ്കിൽ ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ട കാന്തിക ബല രേഖകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യും, ആ സോളിനോയിഡിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന EMF നമ്മൾ വിളിക്കുന്നവരാണ് ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഈ പ്രോസസ്സിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്നവരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ഇനി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMF. ഈ രണ്ടും കൂടെ ചേർന്നുള്ള ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ്. എന്താണ്, when the magnet and solenoid is placed stationary, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നതാണ്. ആ സമയത്ത് ഡിഫ്ലക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഉണ്ടാവും? ഇല്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ്. രണ്ടും സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഇനി when the magnet is introduced slowly into the solenoid, ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഡിഫ്ലക്ഷൻ takes place in one side. ഓക്കെ, അടുത്ത മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് when the magnet is placed stationary inside the solenoid, മാഗ്നറ്റിനെ സോളിനോയിഡിനകത്തേക്ക് സ്ഥിരമായി നിർത്തുക, അതായത് മൂവ് ചെയ്യിക്കാതെ നിർത്തുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും, there is no deflection, അതായത് ഗാൽവനോമീറ്റർ റീഡിംഗ് 0 ആയിരിക്കും. അടുത്ത മൂന്നാമതൊരു ചോദ്യം പറയുന്നത് when the magnet is withdraw from the solenoid, സോളിനോയിഡിനകത്ത് നിന്ന് പുറത്തേക്ക് നമ്മൾ മാഗ്നറ്റിനെ കൊണ്ടുവരികയാണ്, അപ്പോഴെന്ത് സംഭവിക്കും, ഡിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ്. ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, എഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അതായത് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്ത സമയത്ത് എങ്ങോട്ടാണോ ഡിഫ്ലക്ട് ചെയ്തത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുക. ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ സോളിനോയിഡിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു സോളിനോയിഡ് എടുത്തു, ഓക്കെ, ഗാൽവനോമീറ്റർ എടുത്തു, കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു സോളിനോയിഡ് എടുത്തു, സെയിം മാഗ്നറ്റ്, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇതേ മാഗ്നറ്റ് തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു, നോർത്ത് സൗത്ത് ഇതേ മാഗ്നറ്റിനെ കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്താ സംഭവിക്കുക, ഈ ഒന്നാമത്തെ കേസിലുണ്ടാകുന്നതും രണ്ടാമത്തെ കേസിലുണ്ടാകുന്ന EMF തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ കേസിലുണ്ടാകുന്ന EMFന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. കാരണം എന്താണ്, നമ്പർ ഓഫ് ടേൺസ് കൂടി. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ്. അവിടെ നമ്മൾ പറഞ്ഞാണ് നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുന്നത്. അപ്പോൾ ഇവിടെ സോളിനോയിഡിന്റെ ടേൺസിന്റെ എണ്ണം കൂടിയതുകൊണ്ട് എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMFന്റെ അളവ് കൂടും. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്, സോളിനോയിഡിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി നമ്മൾ ഈ മാഗ്നറ്റിനെ മാറ്റി, മുകളിൽ നിന്നുള്ള സെയിം മാഗ്നറ്റിനെ മാറ്റി കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നു, കുറച്ചുകൂടെ വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെയുള്ള ഒരു വലിയൊരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കറണ്ട് നോക്കുക, എന്ത് സംഭവിക്കും, അപ്പോഴും EMFന്റെ അളവ് കൂടും. കാരണം എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണം കൂടും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMFന്റെ അളവ് കൂടും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് എന്ത് പറയും, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ആണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിന്റെ ശക്തി, നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞാൽ ചുറ്റുകളുടെ എണ്ണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റിനെ സോളിനോയിഡിനേക്ക് അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വളരെ ഫാസ്റ്റ് ആയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് സമയങ്ങളിലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒരേപോലെ ആയിരിക്കുമോ? അല്ല. സ്ലോ ആയി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും. അതേസമയം ഫാസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്താണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് ആയിരിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഡ് ഓഫ് മാഗ്നറ്റ് ആയിരിക്കും, അതായത് റൊട്ടേഷനോ അങ്ങനെ എന്ത് വേണോ പറയാം, സ്പീഡ് ഓഫ് മാഗ്നറ്റ്. അങ്ങനെ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് എന്ന സോളിനോയിഡ്, പിന്നെ അടുത്ത സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്താണ്, സ്പീഡ് ഓഫ് ദ ഇൻട്രൊഡ്യൂസിങ് സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ്. ഈ 3 കാര്യങ്ങളെ നമ്മൾ എന്ത് ഡിപ്പെൻഡ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് നോക്കി പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു തിയറട്ടിക്കൽ ബേസിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ്, 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അടുത്ത നമ്മൾ ഈ പ്രോസസ്സ് എന്താണ്, എൻ്റയർ പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈദ്യുതകാന്തിക പ്രേരണ അനുസരിച്ച് ഒരു പ്രേരിത EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനെ കുറിച്ച് പറയുന്ന ഒരു റൂളാണ് നമ്മൾ അടുത്ത് പറയുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ഏകദേശം സിമിലർ ആണ്. അവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറഞ്ഞത് 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിനെയും മിഡിൽ ഫിംഗർ കറണ്ടിനെ ആണെങ്കിൽ തമ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ഏത് ഡയറക്ഷനിലാണോ മൂവ്മെന്റ്, ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷനെ കുറിച്ചാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. പക്ഷേ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMFന്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെയും നമ്മുടെ 4 ഫിംഗർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ആണ് കറണ്ട് ഡയറക്ഷൻ പറയുന്നത്, ഇത് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഈ 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുന്നത് തമ്പ് എന്ന് പറയുന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മോഷൻ ഓഫ് കണ്ടക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്ന മോഷൻ ഓഫ് കണ്ടക്ടറിനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ആരുടെ ഡയറക്ഷൻ ആയിരിക്കും, കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ഓർക്കുക. അവിടെ നമ്മൾ മോഷൻ ഓഫ് ദ കണ്ടക്ടർ പറഞ്ഞ സ്ഥാനത്ത് ഫോഴ്സ് ആയിരുന്നു എന്നേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഒന്നുകൂടെ പറയാം, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്, മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കറണ്ട്. അപ്പോൾ 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയും തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ഡയറക്ഷനാണ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്, എങ്കിൽ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ കുറിച്ചാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന കറണ്ടിനെ കുറിച്ച് പറയുന്നത്, കറണ്ടിന്റെ ഡയറക്ഷനെ കുറിച്ച് പറയുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാകുന്ന കറണ്ടുകൾ, ഈ ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. അതായത് അതിനുവേണ്ടി ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഒരു റെസിസ്റ്റൻസ് നമ്മളൊരു സെല്ല് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഗാൽവനോമീറ്റർ റിഫ്ലക്ട് ചെയ്യും. ഇതേ ആക്ടിവിറ്റി കാണിക്കാൻ തന്നെ സോളിനോയിഡ്, അതിനകത്തും ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യാം, നോർത്ത് സൗത്ത് ഉള്ളൊരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യാം, നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ബാർ മാഗ്നറ്റ്. ഈ 2 സമയത്തും ഗാൽവനോമീറ്റർ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഗാൽവനോമീറ്റർ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ രണ്ടാമത്തെ കേസിൽ, സോളിനോയിഡിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും ഗാൽവനോമീറ്റർ 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യും. റൈറ്റ് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തുവെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. പക്ഷെ ഇവിടെ ആണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്താൽ ഓഫ് ചെയ്യുന്നവരെയും ഗാൽവനോമീറ്റർ ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെ സിംഗിൾ ഡയറക്ഷനിൽ മാത്രമുള്ള കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് DC എന്നും, ഇങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്നും പറയും. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ സോളിനോയിഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സെല്ല് മാത്രം ഉപയോഗിച്ചുള്ള കറണ്ട്. അങ്ങനെ 2 രീതിയിലുള്ള കറണ്ട് ഉണ്ട്, AC കറണ്ടും DC കറണ്ടും. ഈ AC കറണ്ടും DC കറണ്ടും എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു, അങ്ങനെയുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ആ ജനറേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആ ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മൈക്കൽ ഫാരഡേ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ റൈറ്റ് ഹാൻഡ് റൂള് മാത്രം അറിഞ്ഞിരുന്നാൽ അത് വേറെ കാര്യങ്ങളൊന്നും അറിയാനില്ല. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMFന്റെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ മെത്തേഡ്സ്, ആ കാര്യങ്ങൾ ഓർക്കുക, റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ജനറേറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് AC ജനറേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്.
ഈ എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതാണ് എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എക്സാമിന് ചോദിക്കും എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി എ സി ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുകൂടെ അറിഞ്ഞിരിക്കുക. എ സി ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. അതായത് യാന്ത്രിക ഊർജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നും ഈ എനർജി കൺവേർഷൻ. എക്സാമിന് 1 മാർക്കിന് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾ ഏതാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യമാണ് മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജിയാണ് അതിനകത്തുള്ള എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്, എ സി ജനറേറ്ററിന്റെ ഭാഗങ്ങൾ. അപ്പോൾ എക്സാമിന് ചോദിക്കാവുന്ന കാര്യങ്ങളിൽ നോക്കുമ്പോൾ ABCD എന്ന് പറയുന്ന ഭാഗം ടെക്സ്റ്റിനകത്ത് ചോദിക്കുന്നുണ്ട്. ഈ ABCD എന്ന് പറയുന്ന ഭാഗത്തെ എന്ത് വിളിക്കും? ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്നവരാണ് ആർമേച്ചർ എന്ന് പറയും. ആർമേച്ചർ, ABCD എന്ന് പറയുന്ന ഭാഗമാണ് ആർമേച്ചർ. ഈ ആർമേച്ചർ നിങ്ങൾ മോട്ടോറിനകത്തുള്ള ആർമേച്ചർ നിങ്ങൾ പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചെറിയ ടോയ് കാറിനകത്തൊക്കെ ഉള്ള മോട്ടോർ പൊളിച്ചു നോക്കിയാൽ അതിനകത്തൊരു ആക്സിസിന്റെ ബേസിൽ ഒരു കോപ്പർ കമ്പി ചുറ്റി വെച്ചിരിക്കും. അതാണ് ആർമേച്ചർ എന്ന് പറയുന്ന ആക്സിസ്. അപ്പോൾ ഇത് ആർമേച്ചർ ആണ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് R1 R2 എന്ന് പറഞ്ഞ 2 റിങ്ങുകളുണ്ട്. R1 R2 എന്ന് പറയുന്ന റിങ്ങുകൾ എന്ന് പറയുന്നത് സ്ലിപ്പ് റിങ്സ് എന്ന് തന്നെ വിളിക്കും. R1 R2 എന്ന് പറയുന്ന റിങ്സിനെ വിളിക്കുന്നവര് സ്ലിപ്പ് റിങ്സ് എന്നാണ് പറയുന്നത്. ഇനി B1 B2 എന്ന് പറയുന്ന 2 ബ്രഷ് ഉണ്ട്. B1 ഉം B2 2 ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, B1 B2 ബ്രഷാണ്. അപ്പോൾ പാർട്സ് എന്താണെന്ന് ലേബൽ ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം. ഇനി നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, റിങ്ങുകൾ സ്ലിപ്പ് റിംഗ് ആണ്. റിങ്ങിന്റെ പേര് സ്ലിപ്പ് ആണെന്ന് തന്നെ പഠിക്കണം, കാരണം അടുത്തൊരു ജനറേറ്റർ നമ്മൾ ഈ റിങ് മാറി വേറൊരു റിങ് ആവുന്നുണ്ട്. അപ്പോൾ സ്ലിപ്പ് റിംഗ് ആണ്. പിന്നെ ബ്രഷ് ആണ്, പിന്നെ ഗാലനോമീറ്റർ. അപ്പോൾ ഗാലനോമീറ്റർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഗാലനോമീറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇതുപോലെ നമ്മൾ മോട്ടോറിന്റെ വർക്കിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ആ മോട്ടോറിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ആണ് അല്ലെങ്കിൽ മോട്ടോറിന്റെ ഫിഗർ ആണ് എന്നറിയാൻ വേണ്ടി സാധാരണ ഈ ഭാഗത്ത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നതിന് പകരം നമ്മളൊരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നതിനുള്ള ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അത് ആ മോട്ടർ ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഗാൽവനോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗാൽവനോമീറ്റർ ആണ്. ശരി, അപ്പോൾ ഇനി എങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചാണ്, കറണ്ട് ഡയറക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാണ്. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ആ കറണ്ട് ഡയറക്ഷനെ കുറിച്ച് പറയുന്നത് ഒരു റൂൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ റൂള് എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ്. അപ്പൊ നോക്കിയാണ് ഇവിടെ നമ്മുടെ ഇതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആണ് ചിന്തിക്കുന്നത്. അതായത് ABCD എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. B എന്ന് പറയുന്ന ലെറ്റർ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇനി ഇതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ AB എന്ന് പറയുന്ന ഭാഗം, ഈ AB എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗം അപ്വേർഡ്സിലോട്ടാണെന്ന് വിചാരിക്കുക. അപ്വേർഡ്സ്. ഈ ഭാഗം ഡൗൺവേർഡ്സ് ആണെന്ന് വിചാരിക്കുക. AB എന്ന് പറയുന്ന ഭാഗം അപ്വേർഡ്സും CD എന്ന് പറയുന്ന ഭാഗം ഡൗൺവേർഡ്സും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ AB എന്ന് പറയുന്ന ഭാഗം അപ്വേർഡ്സും CD എന്ന് പറയുന്ന ഭാഗം ഡൗൺവേർഡ്സ്. അപ്പൊ AB എന്ന് പറയുന്ന ഭാഗം നോക്കുക, അത് അപ്വേർഡ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്വേർഡ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? A എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് കറണ്ട് ഡെവലപ്പ് ചെയ്ത് ബിയിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ അത് സിയിൽ നിന്ന് ഡിയിലേക്കാവും. അതായത് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും, ഇവിടെ നിന്ന് പാസ് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. അതായത് B1 എന്ന് പറയുന്ന റിങ്ങിൽ നിന്ന് B2 എന്ന് പറയുന്ന റിങ്ങിലേക്കായിരിക്കും കറണ്ട് ഡയറക്ഷൻ. ABയിൽ നിന്ന് CD-യിലേക്കായിരിക്കും കറണ്ട് ഡയറക്ഷൻ. അവിടെ കറണ്ട് ഡയറക്ഷൻ അപ്പൊ നിങ്ങൾക്ക് സംശയം, ഇതിന് 4 ആംസ് ഉണ്ട്. AB, BC, CD, AD. ഇതിൽ ABയിലും CD-യിലും മാത്രമേ കറണ്ട് ഉണ്ടാവൂ, ബാക്കി 2 ആംസിലും കറണ്ട് ഉണ്ടാവുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ആ 2 ആംസിലും കറണ്ട് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ഭാഗത്തും CD എന്ന് പറയുന്ന ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡും ഈ മൂവ്മെന്റും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഏതൊക്കെ ഭാഗത്ത്?
AB എന്ന് പറയുന്ന ഭാഗത്തും അതുപോലെ CD എന്ന് പറയുന്ന ഭാഗത്തും 90 ഡിഗ്രി. അപ്പൊ CD എന്ന് പറയുന്ന ഭാഗത്തും പെർപെൻഡിക്കുലർ ആയി. ഈ രണ്ട് ഭാഗത്തും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ രണ്ട് സമയത്തും എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. അതേസമയം CDയും BCയും ADയും നോക്കിയാൽ, BC എന്ന് പറയുന്ന ഭാഗവും AD എന്ന് പറയുന്ന ഭാഗവും നോക്കിയാൽ അതെന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിലൊരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 360 ഡിഗ്രി, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയുടെ ഇന്റർവെൽസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ആംഗിൾസ് നമുക്ക് 0 ഡിഗ്രി, അടുത്ത 90 ഡിഗ്രി, അടുത്തത് 180 ഡിഗ്രി, അത് കഴിഞ്ഞ് 270 ഡിഗ്രി, അത് കഴിഞ്ഞ് 360 ഡിഗ്രി. ഇങ്ങനെ 1 2 3 4 5 5 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ 5 സ്റ്റേജസിലും ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതായത് ഇതാണ് ആർമേച്ചർ എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഈ ആർമേച്ചർ എങ്ങനെ ഇരിക്കുകയാണ്? AB എന്ന് പറയുന്ന ഭാഗം ഇതാണ്. AB എന്ന് പറയുന്നത് ഈ നീളം കൂടിയ ഭാഗം, CD എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഭാഗം, BC എന്ന് പറയുന്നത് ഈ കുഞ്ഞു ഭാഗം, അടുത്ത AD എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭാഗം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നോർത്തും അപ്പുറത്ത് സൗത്തും ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നോർത്ത് സൗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അപ്വേർഡ്സിലോട്ടാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ 4 ഫിംഗർ ഇത് മൂവ് ചെയ്യുന്ന അപ്വേർഡ്സിലോട്ടാണെങ്കിൽ എൻ്റെ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ആ ഫിഗറിലാണ്. അത് എയിൽ നിന്ന് ബിയിലേക്കാണ് എൻ്റെ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്കാണ് മിഡിൽ ഫിംഗർ. അതായത് ഇത് എയും ഇത് ബിയും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേഷൻ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇത് ഇവിടെ മൂവ് ചെയ്യുന്ന അപ്വേർഡ്സിലേക്കാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ. ഇപ്പുറത്തെ എൻഡ് നോക്കുമ്പോഴോ ഇത് ഡൗൺവേർഡ്സിലേക്കാണ്. അപ്പോൾ ഈ എൻഡ് AB എന്ന് പറയുന്ന ഈ എൻഡ് മൂവ് ചെയ്യുന്നത് അപ്വേർഡ്സിലേക്കാണ്. AB എന്ന് പറയുന്ന ഈ എൻഡ് മൂവ് ചെയ്യുന്ന അപ്വേർഡ്സിലായിട്ട് കറണ്ട് ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ്. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്, എയിൽ നിന്ന് ബിയിലേക്ക്. ഇനി അടുത്ത CD എന്ന് പറയുന്ന എൻഡ് എടുക്കുമ്പോൾ ആ എൻഡ് മൂവ് ചെയ്യുന്നത്, ഈ എൻഡ് മൂവ് ചെയ്യുന്നത് ഡൗൺവേർഡ്സിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു വയ്ക്കുന്നു, ഡൗൺവേർഡ്സ്, തമ്പ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഡൗൺവേർഡ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മിഡിൽ ഫിംഗർ ഇവിടെ നിന്ന് സിയിൽ നിന്ന് ഡിയിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാകുന്ന അപ്വേർഡ്സും ഇവിടെ കറണ്ട് ഉണ്ടാകുന്ന ഡൗൺവേർഡ്സും. ഇനി എങ്ങനെയാണ് ആംഗിൾസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 0 ഡിഗ്രി എന്ന് എടുക്കുക. അടുത്തത് ഇവിടെ എത്തുമ്പോൾ എന്താണ്? പെർപെൻഡിക്കുലർ ആയി മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ രണ്ടിടത്ത് മാഗ്നറ്റ് ആണ്. ഞാൻ നിൽക്കുന്നിടത്ത് നോർത്ത്, ഇപ്പുറത്ത് സൗത്ത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ. ഇനി അടുത്ത ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ആംഗിൾ 90 കഴിഞ്ഞ് അടുത്ത ആംഗിൾ 180. അപ്പോഴെങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡും ഇതിന്റെ റൊട്ടേഷൻ നമ്മൾ പാരലൽ. വീണ്ടും അടുത്ത റൊട്ടേറ്റ് ചെയ്ത് എത്തുന്നത് 180. അല്ല, ഇത് 0, ഇവിടെ എത്തിയപ്പോൾ 90, അടുത്ത ഇവിടെ എത്തിയപ്പോൾ 180. തിരിച്ച് താഴെ എത്തുമ്പോഴും 270 അല്ലേ? അപ്പോൾ 270യിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. വീണ്ടും അടുത്ത റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ഒറിജിനൽ പൊസിഷൻ എത്തുമ്പോൾ 360. ഓർക്കുക, 0 എന്ന് പറയുന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് ഇങ്ങനെ പാരലൽ. സപ്പോസ് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിക്കുക, ഇതുമായിട്ട് പാരലൽ ആർമേച്ചർ. അടുത്ത 90 ഡിഗ്രി ആയപ്പോൾ പെർപെൻഡിക്കുലർ ആയി. ഇനി അടുത്ത 180 ഡിഗ്രി ആയപ്പോൾ അപ്പോഴും പാരലൽ. അടുത്ത 270 ഡിഗ്രി ആയപ്പോൾ പെർപെൻഡിക്കുലർ. വീണ്ടും അടുത്ത 360 ഡിഗ്രി ആയപ്പോൾ പാരലൽ. അപ്പോൾ ഏതൊക്കെ സമയത്താണ് പെർപെൻഡിക്കുലർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ ആയ സമയങ്ങൾ എന്ന് പറയുന്നത് 90യും 270. ബാക്കി എല്ലാ സമയങ്ങളിലും പാരലാണ്. അതായത് ഈ 90യും 270യും ആയിരിക്കുന്ന സമയത്ത്, 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത്, ഇവിടെ 270 ഡിഗ്രി ആയിരിക്കുന്ന സമയത്തുമാണ് മാഗ്നറ്റിക് ഫീൽഡും ഇതിന്റെ മൂവ്മെന്റ്, റൊട്ടേഷന്റെ അല്ലെങ്കിൽ റൊട്ടേഷന്റെ മൂവ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്താൽ, AC-യുടെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്താൽ 0-യിൽ കറണ്ട് ഒന്നുമില്ല. 90 ഡിഗ്രി എത്തിയപ്പോൾ മാക്സിമം ആയി, വീണ്ടും 180 എത്തിയപ്പോൾ 0 ആയി, വീണ്ടും ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇതിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. അപ്പോൾ EMFന്റെ വാല്യൂ 0 ആയത് എവിടെയൊക്കെയാണ്? 0, 180, 360. 0 ആയത് എവിടെയൊക്കെയാണ്? 0 ഡിഗ്രിയിൽ, 180 ഡിഗ്രിയിൽ, 360 ഡിഗ്രി. ഇനി EMFന്റെ വാല്യൂ മാക്സിമം ആയത്, മാക്സിമം ആയ രണ്ട് ആംഗിൾസിലാണ്. ഒന്ന് 90യിലും മറ്റൊന്ന് 270യിലും ആണ്. 90യിലും മറ്റൊന്ന് 270. അപ്പൊ 90യിൽ മാക്സിമവും 270യിൽ
മിനിമം ആണ് ഇ എം എഫ് കിട്ടിയിരുന്നത്. അതായത് മാക്സിമം തന്നെയാണ്, പക്ഷെ 90 കിട്ടിയിരിക്കുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പോസിറ്റീവ് ഭാഗമൊന്നും 270 കിട്ടിയിരിക്കുന്നത് അതിന്റെ നെഗറ്റീവ് ഭാഗമൊന്നും എടുക്കുന്നു. അങ്ങനെ പോസിറ്റീവ് ഭാഗമൊന്നും നെഗറ്റീവ് ഭാഗമൊന്നും എടുക്കുന്നതിന്റെ കാരണം എത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയാണ് ആർമേച്ചർ എടുത്തത്, അപ്പോൾ ആർമേച്ചർ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് നോക്കുക, ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറം വരെ എത്തി, ഓക്കെ, പകുതി വരെ എത്തി 180 ഡിഗ്രി. വീണ്ടും അതിന്റെ റൊട്ടേഷൻ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ 180 വരെ വരുന്ന ആംഗിളും അടുത്ത 180ക്ക് ശേഷം 360 വരെ വരുന്ന കറണ്ടും നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇതിന്റെ പ്രിൻസിപ്പിളും ഈ വർക്കിംഗ് കാര്യവും പിന്നെ ഈ ഗ്രാഫ് ഓർക്കണം. ഈ ഗ്രാഫിനകത്ത് എവിടെയൊക്കെയാണ് കറണ്ട് മാക്സിമം വരുന്നത്. അപ്പോൾ മാക്സിമം വരുന്ന 90ലും 270, പക്ഷെ 90 വരുന്നത് പോസിറ്റീവും 270 വരുന്നത് നെഗറ്റീവും. അപ്പൊ ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ രാജ്യത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. ഫ്രീക്വൻസി ഓഫ് AC ഇൻ ഓൾ വേൾഡ് എന്ന് പറയുന്നത്, ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയുന്നത് എത്രയായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്, 50 ഹെഡ്സ് ആയിട്ട് ഫിക്സ് ചെയ്തു. അപ്പൊ 50 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഫ്രീക്വൻസി ഇസ് എ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണം, അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ ഉണ്ടാകുന്നു, 50 സൈക്കിൾസ് ഉണ്ടാകുന്നു. ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ്, ഇതൊരു സൈക്കിളാണ്. ഇതുപോലുള്ള 50 സൈക്കിൾ എടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഇതുപോലൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 1/50 സെക്കൻഡ്സ് എടുക്കും. 1/50 സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യും, ഇതുപോലൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ 1/100 സെക്കൻഡ്സിൽ ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്നും പറയാം. അപ്പോൾ ഓർക്കുക, ഫ്രീക്വൻസി ഓഫ് AC എന്ന് പറഞ്ഞാൽ 50 ഹെഡ്സ് ആണ്. ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. ഇത് ഒരു സൈക്കിളാണ്. അപ്പോൾ അവിടുത്തെ റൊട്ടേഷന്റെ സ്പീഡ് അനുസരിച്ച് മിനിമം 50 ഫ്രീക്വൻസി ഉണ്ടായി. ഇനി അതിന്റെ മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സൈക്കിൾ, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചേർന്നൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1/50 സെക്കൻഡ്സ് വരും. അല്ലെങ്കിൽ അതിലൊരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം വേണമെന്ന് വെച്ചാൽ 1/100 സെക്കൻഡ്സ് വരും. അതാണ് ഫ്രീക്വൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ AC-യിൽ ഈ കറണ്ട് ഡയറക്ഷൻ ABCD ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. B1 നിന്ന് B2യിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഓർക്കുക. അപ്പോൾ AB-യിൽ അപ്വേർഡ്സിലേക്കും BC-യിൽ CD-യിൽ ഡൗൺവേർഡ്സിലേക്കാണെന്ന് ഓർക്കുക. ഈ രണ്ട് ആംസിൽ BC-യും AD-യിലും എന്തുണ്ടാകത്തില്ല, കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടാവാത്തതിന്റെ കാരണം എന്തായതുകൊണ്ടാണ്, അവിടെ പാരൽ ആയതുകൊണ്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് പാരൽ ആയതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ചുകൂടെ +2 പോകുമ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇവിടെ ഓർക്കുക, നിങ്ങൾ പാരൽ ആയതുകൊണ്ട് ഓർക്കുക. നിങ്ങൾ അങ്ങനെ ഓർത്തില്ല എങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ ഓർക്കേണ്ട എത്രയേ ഉള്ളൂ, മാക്സിമം EMF ഉണ്ടാകുന്ന 90ലും മിനിമം അല്ലാതെ EMFന്റെ മാക്സിമം വാല്യൂസ് ഉണ്ടാകുന്നത് 90ലും 270ലും ആണെന്ന് ഓർക്കുക. മിനിമം വാല്യൂസ് ഉണ്ടാകുന്നത് 0, 180, 360. 90ൽ പോസിറ്റീവ് ആണ്, 270ൽ നെഗറ്റീവ് ആണ്. മാക്സിമം തന്നെയാണ് രണ്ടില്. ഇനി 0യിലും 180ലും 360ലും ഉണ്ടാകുന്നത് മിനിമം വാല്യൂസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു AC ജനറേറ്ററുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എക്സാമിന് പാർട്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് ചോദിക്കാം. പിന്നെ മറ്റൊന്ന് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം. എന്താണ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാം. എനർജി കൺവേർഷൻ, ഏത് എനർജി ആയിട്ട് മാറുന്നു. പിന്നെ ഈ 50 ഹെഡ്സിന്റെ ഫ്രീക്വൻസിയുടെ കാര്യം, അത് എന്തെങ്കിലും ഒരു മാർക്കിന് ചോദിക്കാം. ഫ്രീക്വൻസി ഓഫ് AC എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AC ജനറേറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. പൊന്നോ, എത്രയായി?